കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച അരുണാചൽ പ്രദേശിലെ ചില മേഖലകളിൽ ഭാരതത്തിന്റെ സൈനികർക്ക് പെട്രോളിംഗ് നടത്തുന്നതിൽ നിന്നും ചൈന തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് തനിക്ക് ലഭിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 2014 മുൻപ് ഈ രാജ്യത്തെ ഭീകരവാദികൾക്കും ഈ രാജ്യത്തെ കൊടും ക്രിമിനലുകൾക്കും അഴിമതിക്കാർക്കും അഴിഞ്ഞാടാൻ അവസരം കിട്ടിയിരുന്ന മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസായിരിക്കും ഈ രാഹുൽ എന്ന് പറയുന്ന ഈ ടൂർ നടക്കുന്ന രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുക. ഇനി അതുമല്ലെങ്കിൽ ഈ ചൈന ഭാരതം കയ്യേറി എന്ന് അദ്ദേഹം ആരോപിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഇരുന്ന കാലത്ത് ചൈന കയ്യേറിയ സ്ഥലത്തെക്കുറിച്ചുമായിരിക്കും. ഇന്നതെന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം തികഞ്ഞ രാഷ്ട്രസ്നേഹികളാണ് ഇന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ രാജ്യത്തിന്റെ അതിർത്തികൾ ഭദ്രമാണ് എന്ന് ഈ രാഹുൽ അറിഞ്ഞ് വെക്കേണ്ടതാണ്. ഈ ടൂറിന് പോയി വിയറ്റ്നാമിലും പട്ടായയിലും അടിച്ചുപൊളിച്ച് നടന്ന തിരികെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വയം അപഹാസ്യനാകരുത്. പപ്പു എന്ന് ഈ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ വിളിക്കുന്നത് ഇതുപോലെ മണ്ടത്തരം പറയുമ്പോഴാണ്. ഗതികേടാണ്, വലിയ വിഷമവുമുണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പപ്പു എന്ന് നാട്ടുകാർ വിളിക്കുന്നത് കേൾക്കാൻ. ഈ ജാതി മണ്ടത്തരം പറഞ്ഞാൽ അതിനും അപ്പുറം വിളിക്കും ഈ നാട്ടുകാർ. ആ വാർത്തയിലേക്ക് വീണ്ടും പോകുന്നു. അരുണാചൽ പ്രദേശിൽ ചൈനയുടെ പുതിയ കടന്നുകയറ്റം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരും പ്രതിരോധ വൃത്തങ്ങളും ഇതിനോടകം തള്ളിയിട്ടുണ്ട്. ടാക്സിംഗ് മേഖലയിൽ ചൈനീസ് ക്യാമ്പുകൾ സ്ഥാപിച്ചതായും പുതിയ കയ്യേറ്റം നടന്നതായുമുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് സൈന്യവും വ്യക്തമാക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ആരോപിച്ച സംഭവത്തിന്റെ സ്ഥലം, തീയതി, പെട്രോളിംഗ് തടഞ്ഞതിന്റെ കൃത്യമായ സാഹചര്യം എന്നിവ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഇനിയും രാഹുലിന് സാധിച്ചിട്ടില്ല. അതിനാൽ ഈ ആരോപണം നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതായും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഉണ്ടയില്ലാ വെടി ഈ അന്തരീക്ഷത്തിലേക്ക് വെറുതെ വെച്ച് ഈ പപ്പു എന്നുള്ള വിളി അതൊരു സ്ഥിരം പേരാക്കി മാറ്റരുത് എന്നാണ് ഇയാളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം 56 വയസ്സായി. ഈ പ്രായത്തിലും ആളുകൾ ബാലക് ബുദ്ധി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്.